എത്ര എത്ര രാജാക്കന്മാരുണ്ട് രാവിലെ സന്തോഷിച്ച് അവരുടെ ഭാര്യമാരുടെ സുന്ദരിമാരായ ഭാര്യമാരോട് കൂടെ രാവിലെ എവിടെയായിരുന്നു? കൊട്ടാരത്തിലായിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ ഖബറിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കണം. അപ്പൊ എന്നതുപോലെ ഇവിടെ ഏതൊരു മനുഷ്യനെ മരണം തേടി വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻത വഹുവ മുഅ്മിൻ. സാലിഹായ അമൽ ചെയ്യാൻ കഴിഞ്ഞാൽ, ഈമാനോടുകൂടി സാലിഹായ അമൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, സുന്ദരമായ ജീവിതം ഇവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവസരങ്ങളിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഏത്? ലൈലത്തുൽ ബറാഅ. പ്രധാനപ്പെട്ട അവസരം. ഇങ്ങോട്ട് നോക്കണം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ലൈലത്തുൽ ബറാഅ. ചിന്തിക്കണം. 5 രാത്രികളിൽ ദുആ ഇജാബത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊരു രാത്രിയാണ് ബഹുമാനപ്പെട്ട ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുണ്ടാകും. ഒന്ന് ലൈലത്തുൽ ഈദുൽ ഫിത്ർ വലൈലത്തുൽ ഈദുൽ അദ്ഹാ വലൈലത്തു ആശൂറാ വലൈലത്തു അവ്വൽ ലൈലത്തിൻ മിൻ റജബ് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. റമളാനിന് പുറത്ത് 5 രാത്രികളിൽ പ്രധാനമായി ഇജാബത്തുണ്ടാവും. മൻ അഹ്യൽ ലയാലിൽ ഖംസ വജബത് ലഹുൽ ജന്ന. 5 രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് മുകാശഫയിൽ ഇമാം ഗസ്സാലി തങ്ങൾ റിവായത്ത് ചെയ്തതായി ഈ വിനീതൻ കണ്ടിട്ടുണ്ട്. വേറെ സ്ഥലത്തെ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം ഗസ്സാലി തങ്ങളുടെ മുകാശഫത്തുൽ ഖുലൂബി എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ഇമാം ഗസ്സാലി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. 5 രാത്രികൾ ഹയാത്താക്കിയാൽ സ്വർഗം അവന് നിർബന്ധം. ഒരു റിവായത്ത്, മൻ അഹ്യൽ ലയാലിൽ ഖംസ ലം യമുത് ഖൽബുഹു യൗമ തമൂതുൽ ഖുലൂബു. 5 രാത്രി ഹയാത്താക്കിയാൽ ആരുടെ ഹൃദയം മരിച്ചാലും ഇവന്റെ ഹൃദയം മരിക്കൂല. ഹൃദയം മരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? തബഅ അല്ലാഹു ഖതമല്ലാഹു അലാ ഖൽബിഹി. അവന്റെ ഹൃദയത്തിന് അല്ലാഹു തആല സീൽ വെക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് അതിന്റെ ഒരു വിഷയം ഞാൻ ഒരു കിതാബിൽ കണ്ടിട്ടുണ്ട്. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് സീൽ വെക്കും. ثم لا يدخله ايمان ولا يخرج منه ضلاله او كفر. നിങ്ങളുടെ കൂടെ തന്നെ അല്ലേ? സീൽ വെച്ച് കഴിഞ്ഞാലോ ഒരു ഈമാനും അതിൽ പ്രവേശിക്കൂല, ഒരു തിന്മയും അതിൽ നിന്ന് പുറത്തു പോകില്ല. ഹൃദയത്തിന് അല്ലാഹു തആല സീൽ വെച്ചാൽ അപ്പോൾ എന്തായി അർത്ഥം? 5 രാത്രികളെ ഹയാത്താക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിന് അല്ലാഹു തആല സീല് വെക്കൂല. ബുദ്ധിമുട്ട് ഉണ്ടോ അത് മനസ്സിലാക്കാൻ? മനസ്സിലായപ്പോ നിങ്ങൾക്ക് പറഞ്ഞത് അല്ലാഹു അവന്റെ ഹൃദയം മരിക്കൂല എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് അല്ലാഹു തആല സീൽ വെക്കൂല. അവന്റെ ഹൃദയത്തിന് സീൽ വെക്കൂല. സീലച്ച കഴിഞ്ഞില്ലേ? സീലച്ചവനെ ഒരു സാധനത്തിന് ജപ്തി ചെയ്ത് സീലച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അവിടെ നിൽക്കാനും പറ്റൂല, ഒന്ന് അങ്ങോട്ട് കയറ്റാൻ പറ്റൂല. അതിന്റെ വിശദീകരണം ഇന്നൊരു കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലാ യദ്ഖുലുഹു ഈമാനുൻ വലാ യഖ്റുജു മിൻഹു ളലാലത്തുൻ ഔ കുഫ്റുൻ. സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈമാന്റെ കണിക അങ്ങോട്ട് കയറൂല, പിന്നെ ഒരു വലാലത്തെ നിന്ന് പുറത്താക്കാനും കഴിയില്ല. സീൽ വെച്ചാൽ 5 രാത്രി ഹയാത്താക്കാൻ തയ്യാറായ ആളുകൾ പിന്നെ നന്നായിട്ട് മരിക്കുള്ളൂ എന്നർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് പിന്നെ സ്വാഭാവികമായി മനുഷ്യനായ അബദ്ധങ്ങളൊക്കെ മനുഷ്യന് വരും. പക്ഷേ അവസാനമൊക്കെ നന്നായി തീരും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ആളെന്നെയാണ് ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിലൊന്നും ശ്രദ്ധയില്ലാതെ ജീവിച്ചിരുന്ന ചില ആളുകൾ പിന്നെ 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 ഒക്കെ മാറിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ മാറുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ പരക്കെ കണ്ടു. നമ്മളെന്നെ അത്ഭുതം അല്ലേ പറയേ.
നമ്മളെന്നെ അത്ഭുതപ്പെട്ടു ഇവൻ തന്നെ അല്ലേ. എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്, ദൈനംദിനം കണ്ടിട്ടുണ്ട്, ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ശ്രദ്ധിച്ചോളൂ അടുത്ത വാക്ക്. കാന അലിയുനിൽ മുർത്തല്ല, അലി റളിയല്ലാഹു അൻഹുവിനെ അറിയുമല്ലോ. ബഹുമാനപ്പെട്ടവർ ആരാണ്? അവരൊരു കാര്യം ചെയ്താൽ സ്വഹാബികൾ ചോദിക്കൂല, അത്രയും വലിയ ആളാണ് ഇൽമിൽ ബഹുമാനപ്പെട്ട അലിയുനിൽ മുർത്തല്ല റളിയല്ലാഹു അൻഹു. അവര് കാര്യം പറഞ്ഞാൽ പിന്നെ മിണ്ടൂല. അവര് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സയ്യിദുനാ സിദ്ദീഖ്, സയ്യിദുനാ ഫാറൂഖ്, അവര് വരെ അലി അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അവരൊന്ന് ഗൗരവമായി അത് പരിഗണിക്കും. കാരണം അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ കവാടമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയുനിൽ മുർത്തല്ല. അവര് അസ്റാറിന്റെ രഹസ്യങ്ങളുടെ രഹസ്യം അറിയുന്ന, ഖുർആനിന്റെ മഹാരഹസ്യങ്ങൾ അറിയുന്ന മഹാനാണ് അലിയുനിൽ മുർത്തല്ല. മനസ്സിലായില്ലേ? ഹിജ്റ വന്നിട്ട് അള്ളാന്റെ ഹബീബ് ഓരോരുത്തരെയും ഓരോ ആളുകൾക്ക് ഏൽപ്പിച്ചു, അലിയാരെ ഏൽപ്പിച്ചില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നു നബിയെ. ഹിജ്റ വന്ന മുഹാജിരീങ്ങളെ എല്ലാം അൻസാരി വീടുകൾക്ക് നബിയെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു, എന്നെ ഏൽപ്പിച്ചില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെ നിന്നെ വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ എന്റെതും അല്ലേ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതാണ് സയ്യിദുനാ അലി. ആർക്ക് ദയിച്ചാലും ആർക്ക് ദയിച്ചിട്ടില്ലെങ്കിലും, ദയിച്ചിട്ടില്ലേ അമ്മ കുറിച്ചല്ലേ, എന്തുകൊണ്ട് അവരെ വലിയപ്പാനെ ഓടുന്നല്ലേ നമ്മളെ ചെലവ്. കയ്യിലൊന്നും ബേജാറില്ല. പറയുമ്പോ ഷിയായി പോകുന്നൊക്കെയാണെങ്കിൽ, ഷിയായി പോയാൽ പണി കിട്ടൂല, പള്ളിക്ക് പണി ഉണ്ടാവൂല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കങ്ങനെ പള്ളിന്റെ പണിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ സഹായത്താൽ പള്ളിക്ക് പോകാൻ കഴിഞ്ഞാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെയുള്ള പുറത്താക്കലിന്റെ പേടിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു പുറത്താക്കാതിരുന്നാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നേരായി തന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആരാ? ഇത് എല്ലാ കിതാബിലുള്ള സംഭവം. അത്രയും വലിയ മഹാനാണ്. ഞാൻ അവരിൽ നിന്ന് നിങ്ങളെ ഒരു കാര്യം ഉദ്ധരിക്കാം. ഒരുപാട് ഇമാമികൾ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അന വഅലി മിൻ ഷജറത്തിൻ വാഹിദ വസായിറുൻ നാസി മിൻ ഷജറാത്തിൻ ശത്ത. ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്, ബാക്കിയുള്ള ആളുകളൊക്കെ വേറെ മരം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞേ? ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്, ബാക്കിയുള്ള ജനങ്ങളൊക്കെ വേറെ മര, ഞങ്ങളെ മരല്ല. അന അലി മിൻ ഷജറത്തിൻ വാഹിദ, ഞാനും അലിയും ഒരു മര എന്ന് മുഹമ്മദ് മുസ്തഫ. കുഞ്ഞുമോനെ, ഞാൻ എന്നെ വേറെ ആൾക്ക് എങ്ങനെ ഏൽപ്പിക്കുക? എന്നെ വേറെ ആൾക്ക് എങ്ങനെ ഏൽപ്പിക്കുക? അൻത മിന്നി വാന മിൻക്, നീ എന്റെതും ഞാൻ നിന്റെതുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുത്ത് ഇശാ നിസ്കരിച്ച റസൂലുള്ളാഹി വരിക സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണമൊക്കെ കഴിഞ്ഞ് നേരത്തെ. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി വരിക വീട്ടിലേക്ക് വരുമ്പോ അയിന അഖി എന്ന് റസൂലുള്ളാഹി ചോദിച്ചു, എന്റെ ആഖ എവിടെ? അപ്പോൾ ഹബീബ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരത്തിയായ ഒരു വയസ്സത്തിയായ പെണ്ണ് ചോദിച്ചു, നിങ്ങള് പിന്നെ കെട്ടിച്ചു കൊടുത്തില്ലേ, ഇനിയിപ്പോ അഹി എന്ന് പറയാൻ പറ്റുമോ നബിയെ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഫാത്തിമ ബീബി എന്ന സ്വന്തം മകളെ അലിയാർക്ക് റളിയല്ലാഹു അൻഹുമ കെട്ടിച്ചു കൊടുത്തു മുത്ത് റസൂലുള്ളാഹ്. അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പൊരയ്ക്ക് കയറി വരുന്നിട്ട് റസൂലുള്ളാഹ് ചോദിക്കാനുണ്ട്, അയിന അഹി എന്റെ അഹ എവിടെ? അപ്പോൾ കുടുംബത്തിലെ ഒരു വയസ്സായ സ്ത്രീ ഹബീബ നബിയോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ ഇനി അഹി നടക്കുക? മരുവനെ ആരെങ്കിലും അഹേന്ന് പറയോ? നിങ്ങളെ മകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇപ്പോ അഹി എന്ന് പറഞ്ഞ് നടക്കണോ നബിയെ? അപ്പൊ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, അഹി ഫിദ് ദുനിയ വൽ ആഖിറ. അലിയോ, അലി ഇന്നും എന്റെ അഹന്നെ, ദുനിയാവിലാഖാണ് ആഖിറത്തിലാഖാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. മഹാന്മാരുടെ ചരിത്രങ്ങളും അവരെ ബർക്കത്തുകളും സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും ഉസ്മാനുടെയും അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ നമ്മുടെ വലിയ നേതാക്കന്മാരാണ്, യാതൊരു സംശയമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും മഹാനാണ്, അതിലൊന്നും സംശയമില്ല. രണ്ടാമത്തെ മഹാൻ ഉമർ ഇബ്നു ഖത്താബാണ്, അതിലൊന്നും സംശയമില്ല. മൂന്നാമത്തെ മഹാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതിലൊന്നും സംശയമില്ല.
നാലാമത്തെ മഹാൻ സയ്യിദ്ന അലി ഇബ്നു മുർത്തളയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബിയിൽ ഉണ്ടായിരുന്ന സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സയ്യിദ്ന അലി, ഇത് പറയാനപ്പോ ഇതൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള സയ്യിദ്ന അലി കാന യഫ്റുഉൽ ഇബാദ 4 ലയാലി, ഇബാദത്തിന് വന്ന് ഒരുങ്ങിയിരിക്കുക 4 രാത്രിയാണ്. അതായത് കണ്ണിന്റെ ഒരു പോള പൂട്ടാതെ ഒന്നാണ്ട് ഒരുങ്ങും, കച്ച കെട്ടിയാണ് ഒരുങ്ങും. റമളാന്റെ പുറത്ത്, റമളാന്റെ അർത്ഥമല്ല പറഞ്ഞു, റമളാനിന്റെ പുറത്ത് അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു കാന യഫ്റുഉൽ ഇബാദ 4 ലയാലി, 4 രാത്രികളാണ് എന്ത് ചെയ്യുക, ഇബാദത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങിയിരിക്കുക. അതേതൊക്കെയാ? അത് ലൈലത്തുൽ ഈദിൽ ഫിത്രി, ഒന്ന് ചെറിയ പെരുന്നാൾ രാത്രി, വലൈലത്തുൽ ഈദിൽ അദ്ഹ വലിയ പെരുന്നാൾ രാത്രി, അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രി, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ഇത് എവിടെ കണ്ട്? എവിടെയുണ്ട്. ഖിന്നത്തു താലിബിൽ ഹഖ് എന്ന കിതാബുണ്ട്. ആരുടെ? മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബുണ്ട്. അതിലുണ്ട് ഈ സംഭവം. മനസ്സിലായിട്ടില്ല? ബഹുമാനപ്പെട്ട ഉന്നത്ത് എന്നൊരു കിതാബുണ്ട്. ആരുടെ കിതാബാണ്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കിതാബാണ് അത് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ആ കിതാബിൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എന്റെ വല്ലിപ്പയാണല്ലോ, അവരെ വല്ലിപ്പയാണല്ലോ ആര്? അലി റളിയല്ലാഹു അൻഹു. എന്റെ വല്ലിപ്പ സയ്യിദ്ന അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു കാന യഫ്റഉ ലിൽ ഇബാദ 4 ലയാൽ, 4 രാത്രിയാണ് ഒരു കണ്ണിന്റെ പോള പോലും അടക്കാതെ ഇബാദത്തിന് വേണ്ടി അത് ഒഴിഞ്ഞടിക്കുക. വേറെ ഒരു പണിയില്ല, ഇബാദത്ത് മാത്രം. റമളാൻ കഴിഞ്ഞാൽ 4 രാത്രിയാണ് അങ്ങനെ ഇബാദത്തിന് വേണ്ടി അങ്ങോട്ട് മാറിയിരിക്കാറുള്ളത് സയ്യിദ്ന അലിയുൽ മുർത്തള. അതേതൊക്കെയാണ്? ഒന്ന് ലൈലത്തുൽ ഈദിൽ ഫിത്രി, വലൈലത്തുൽ ഈദിൽ അദ്ഹ, അവ്വലു ലൈലത്തിൻ മിൻ റജബ്, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തരട്ടെ. ഇനിയിപ്പോ അതിന്റെ കൂടുതൽ ഞാൻ വർത്താനം പറയണില്ല. ഈ വിഷയത്തിൽ ഒരുപാട് കിതാബുകൾ അള്ളാന്റെ സഹായത്താൽ ഈ വിഷയത്തിൽ ഒരുപാട് കിതാബുകൾ അള്ളാന്റെ സഹായത്താൽ നോക്കാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ റബ്ബിന്റെ സഹായത്താൽ, വലിപ്പത്തരല്ല ചെറുപ്പത്തരം പറയാണ്. കുറച്ച് കിതാബുകളൊക്കെ ഈ വിഷയത്തിൽ നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബറാത്ത് രാത്രിക്ക് പ്രാധാന്യം ഇല്ല എന്ന് എഴുതിയ ഒരു ഇമാമിന്റെ രേഖ ഈ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ല? ബറാത്ത് രാത്രിക്ക് പ്രാധാന്യം ഇല്ല എന്ന് പറയുന്ന ഒരു ഇമാമിന്റെ രേഖ ഞാൻ കണ്ടിട്ടില്ല. എന്റെ വിവരക്കുറവായിരിക്കും, എന്നാലും ഞാൻ കണ്ടിട്ടില്ല. തഫ്സീർ തന്നെ കുറെ അള്ളാഹുവിന്റെ സഹായത്താൽ എന്റെ കുറച്ചൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒരു 3-4 ഡസൻ തഫ്സീറെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത്. 50 തഫ്സീറിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് പല തഫ്സീറുകളും. ഏതെങ്കിലും ഒരു ഇമാമിൽ ഏതെങ്കിലും ഒരു ഇമാമോ മൗമൂമോ ഏതെങ്കിലും ഒരാൾ ബറാത്ത് രാവിനോട് അനുബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നോട്ടീസ് ഇറങ്ങും. ബറാത്ത് രാവ് എന്ന ബറാത്ത് രാവ് എന്നാണ് നോട്ടീസ്. അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നോട്ടീസ്. അങ്ങനത്തെ നോട്ടീസ് ഇമാമിങ്ങളുടെ കാലത്തില്ല. മനസ്സിലായില്ല? ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇറങ്ങുന്ന നോട്ടീസാണ് എന്ത്? ബറാത്ത് രാവ് എന്ന ബറാത്ത് രാവ്. അതെന്റെ ദജ്ജാലിന്റെ പണി പോലെ ഏറ്റെടുത്തതാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദജ്ജാൽ പണി ഏറ്റെടുത്ത അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ലോകത്തൊരു ഇമാമ് ബറാത്ത് രാത്രിക്ക് പ്രത്യേകത ഇല്ല എന്ന് പറയുന്ന ഒരു ഇമാമിനെ ഞാൻ കണ്ടിട്ടില്ല. മൗമുമിനെയും കണ്ടിട്ടില്ല, ഇമാമിനെയും കണ്ടിട്ടില്ല, മൗമുമിനെയും ഞാൻ കണ്ടിട്ടില്ല. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക. ആ ലൈലത്തു മുബാറകത്ത് ലൈലത്തുൽ ഖദ്ർ ആണോ ലൈലത്തുൽ ബറാ ആണോ എന്ന തർക്കമുണ്ട്. ഈ പറഞ്ഞ ഒരു കൂട്ടർക്കും എന്തിൽ തർക്കമില്ല? ലൈലത്തുൽ ഖദ്റിന് അതിന്റെ പ്രാധാന്യമുണ്ടെന്നും ലൈലത്തുൽ ബറാക്ക് അതിന്റെ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ അതില് തർക്കമില്ല. തർക്കം തന്നെയല്ല. ഒരാള് കാളിയാണ്, ഒരാള് മേക്കാളിയാണ്.
മനസ്സിലായില്ല? ഒരാൾ കാളിയാണ്, ഒരാൾ മേക്കാളിയാണ്. അതിൽ ചിലപ്പോ ഞങ്ങൾ തർക്കം, ആരാ മേക്കാളി ആരാ കാളി? ഒരാൾ പറഞ്ഞ് അബ്ദുറഹ്മാൻ മൗലിയാരാണ് മേക്കാളി, അബ്ദുള്ള മൗലിയാർ കാളിയാണ് എന്നാണ്. അപ്പൊ മറ്റോ പറഞ്ഞേ എന്റെ ഓർമ്മയില് മേക്കാളി അബ്ദുള്ള മൗലിയാരാണ്, അബ്ദുറഹ്മാൻ മൗലിയാരാണ് കാളിയാർ. അപ്പൊ തർക്കം എത്രയേ ഉള്ളൂ? മനസ്സിലായില്ല? എന്തേ തർക്കമുള്ളൂ? മേക്കാളി ആര് കീക്കാളി ആര് എന്നേ തർക്കമുള്ളൂ. ഒന്ന് നാടനാണ്, ഒന്ന് കാളിയാണ് എന്ന് ഇമാമിനും തർക്കല്ല, മാമൂമിനും തർക്കല്ല. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ നോക്കണിനിടയിൽ എവിടെയെങ്കിലും ബറാത്തിരാവാണ്, അത് ഉണ്ടാവൂല, അത് വെറുതെ നുണ പറയാണ് എന്ന് ഏതെങ്കിലും ഒരു ഇമാം എഴുതിയ കിതാബ് ഞാൻ കണ്ടിട്ടില്ല. തഫ്സീറുൽ കബീർ മുതൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 20-ാം നൂറ്റാണ്ടിലെ കിതാബായ തഫ്സീറായ ശൈഖ് മുത്തവല്ലി ഷഅറാബിയുടെ തഫ്സീർ അടക്കം എന്റെ കയ്യിലുണ്ട്. റബ്ബിന്റെ സഹായത്താൽ എവിടെയില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ഇതെന്തിനാ ഞങ്ങളോട് പറഞ്ഞു? നിങ്ങൾ വഞ്ചിതരാകണ്ട. അഹ്ലുസുന്നത്തുൽ ജമാഅ മാർഗ്ഗമാണ്. അത് കാട്ടിത്തന്ന ഉലമാക്കൾ സത്യസന്ധരാ. അതിന്റെ പ്രാധാന്യം കണ്ടിട്ടല്ലേ ഇവിടെ മഹാന്മാരൊക്കെ ജീവിച്ച്. ആ മഹാന്മാരെ നിങ്ങൾ കണ്ടോരില്ലേ? കണ്യത്തിനെ കണ്ടോര് ഈ കൂട്ടത്തിലില്ലേ? മനസ്സിലാവേണ്ട പറഞ്ഞത്. തർക്കത്രേ ഉള്ളൂ കണ്യത്തിന്റെ കാര്യം. ചെറിയ ചില തർക്കങ്ങളൊക്കെ അവരുടെ കാര്യത്തിൽ അതൊന്നുമുണ്ട്. എന്താ തർക്കം? ബറാത്തിന്റെ രാത്രി തർക്കമല്ല, ബറാത്തിന്റെ പിറ്റേന്നുള്ള നോമ്പ് ബറാത്തിന്റെ നോമ്പാണോ അയ്യാമുൽ ബീദിന്റെ നോമ്പാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അത് തർക്ക. നോമ്പില്ല, തീരെ ഇല്ല, അങ്ങനെയും തർക്കമില്ല. അയ്യാമുൽ ബീദിന്റെ നോമ്പാണോ എന്നും അതല്ല പറയേ, അങ്ങനെ തർക്കമുണ്ട്. ബറാത്തിന്റെ രാത്രിയിൽ തർക്കമില്ല. ബറാത്തിന്റെ രാത്രിയുടെ കാര്യത്തിൽ ഉലമായിനിടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമായിൽ തർക്കേയില്ല. പിറ്റേന്നിട്ടുള്ള നോമ്പ് ചില മഹാന്മാർ പറഞ്ഞു അയ്യാമുൽ ബീദിന്റെ നോമ്പിലേ പെടൂ, ചില മഹാന്മാർ പറഞ്ഞു അത് ബറാത്തിന്റെ നോമ്പ് തന്നെയാണ്. ഇമാം റംലിയെ പോലത്തെ മഹാന്മാർ ബറാത്തിന്റെ നോമ്പാണെന്നും ഇബ്നു ഹജർ റളിയല്ലാഹു പോലത്തെ ആളുകൾ അത് അയ്യാമുൽ ബീദിന്റെ നോമ്പാണെന്നും ഇങ്ങനെയൊക്കെ തർക്കമുണ്ട്. രാത്രിയിൽ എന്തില്ല പറയും, എന്തില്ല തർക്കമില്ല. പിറ്റേന്ന് നോമ്പ് നോറ്റാ ബിദ്അത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല. രണ്ടു തരം നോമ്പാകാം. ഒരു കൂട്ടർ പറഞ്ഞു ബറാഅത്താണ്, ആരും പറഞ്ഞു അയ്യാമുൽ ബീദ്. വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള നിസാരപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഫത്വയെ പൊക്കി പിടിച്ച ചില ആളുകൾ ഈ വിഷയത്തിൽ ബറാഅത്തിന്റെ നോമ്പിനെ പറ്റി വരെ സംസാരിക്കും. അതേ കണ്ണിയത്ത് ഉസ്താദ് ബറാഅത്തിന്റെ നോമ്പ് ബിദ്അത്ത് നോമ്പാണെന്ന് പറയാൻ പാടില്ല എന്നും ഉലമാക്കളിൽ വലിയ വിഭാഗം ആലിമീങ്ങൾപ്പെട്ട നല്ല ശതമാനം ആലിമീങ്ങൾ തന്നെ ബറാഅത്തിന്റെ നോമ്പ് തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ആ നോമ്പ് ബിദ്അത്താണെന്ന് പറയാൻ പാടില്ല എന്നും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ രേഖയായി കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. രാത്രിയുടെ കാര്യത്തിൽ തർക്കം ഇല്ല. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. നോമ്പ് ബറാഅത്തിന് നോമ്പുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ ഇമാം റംലിയെ പോലെയുള്ള പല ആളുകളും പിറ്റേ ദിവസം ബറാഅത്തിന്റെ തന്നെ നോമ്പാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് എത്രയേ ഉള്ളൂ, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നമുക്കറിവില്ലാത്ത ആലിമീങ്ങളിൽപ്പെട്ട ആര് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കും. മനസ്സിലായില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വെറുതെ നേരം കളയാൻ നടക്കരുത്. നേരെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നുമില്ല. സംഗതിയൊക്കെ തന്നെ ഒന്നാണ്, മനസ്സിലാക്കണം. അപ്പൊ ഇനി നമുക്ക് ആ രാത്രിയെ പറ്റി ഞാൻ നീട്ടുന്നില്ല. ഒരുപാട് കിതാബുകൾ ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ മുതൽ എല്ലാ കിതാബുകളും ബഹുമാനപ്പെട്ട ഇമാം റാസി അടക്കം എല്ലാവരും ആ ബറാഅത്തിന്റെ രാത്രിക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയാത്ത ഇമാമികൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. പരിഗണിക്കപ്പെടേണ്ടവർ ഏതോ ബിദ്അത്തിന്റെ കക്ഷികളുടെ വാല് പിടിച്ചു പോയ ആളുകളെ പറ്റിയല്ല ഞാനിത് പറയുന്നത്. പരിഗണിക്കപ്പെടേണ്ട മഹാന്മാർ ഇമാം റാസിയെ പോലെ, ഇമാം ഖുർത്തുബിയെ പോലെ, ബഹുമാനപ്പെട്ട മഹാനായ ഇസ്മായിൽ ഹഖൽ ബറൂസവിയെ പോലെ, ഇങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഹാഫിദ് നിസാബൂരിയെ പോലെ ഇങ്ങനെ ലോക ചരിത്രത്തിൽ കടന്നുപോയ മഹാന്മാർ, വലിയ വലിയ മുഫസ്സിരീങ്ങൾ, ആ മുഫസ്സിരീങ്ങളെല്ലാം ബറാഅത്തിന്റെ രാത്രി പ്രാധാന്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്.
അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ.